ഈ നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ കുറച്ച് കാര്യം കൂടെ പറയാം. ഞാൻ ഇപ്പോൾ ടോട്ടലായിട്ട് മൊത്തത്തിൽ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. തേർഡ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ അതിന്റെ സെക്ഷൻ പഠിച്ചു, അതായത് ഒരു സാധനത്തിനെ കട്ട് ചെയ്താൽ കിട്ടുന്ന ഷേപ്പ് സെക്ഷൻസ് പഠിച്ചു. ദെൻ പിന്നെ എന്ത് പഠിച്ചു? നമ്മൾ അതിന്റെ ഡെവലപ്മെന്റ്സ് ആണ് പഠിച്ചത്. ഓക്കെ, ഇപ്പൊ സെക്ഷനും ഉണ്ട്, ഡെവലപ്മെന്റ് ഉണ്ട്. ഇതിനകത്തും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ പൊസിഷൻ ആദ്യം വരയ്ക്കുന്ന ഫിഗേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. അപ്പൊ സിമ്പിൾ പൊസിഷൻ വരച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചിലർക്ക് സെക്ഷൻ ആയിരിക്കും എളുപ്പം, ചിലർക്ക് ഡെവലപ്മെന്റ് ആയിരിക്കും എളുപ്പം. രണ്ടിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വെച്ചാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഓപ്ഷൻസിൽ ഓരോ ക്വസ്റ്റ്യൻ സെക്ഷന്റെ ആയിരിക്കും, ഒരു ക്വസ്റ്റ്യൻ എന്തിന്റെ ആയിരിക്കും, ഡെവലപ്മെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്ന സാധനം ചെയ്യാം. ഇവിടെയും ഓർത്തിരിക്കേണ്ട കേസ് ഏത് ഷേപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഏത് ഷേപ്പ്, പിരമിഡ് ആണോ പ്രസ്ഥമാണോ, അതിന്റെ ഇത് വെച്ച് വേണം വരയ്ക്കാൻ. ഓക്കെ, നമുക്ക് ആദ്യം വേണമെങ്കിൽ ഡെവലപ്മെന്റ് ഒന്ന് ഓട്ടിച്ച് പറയാം. ഡെവലപ്മെന്റ് മീൻസ് നമ്മൾ ഏത് ഷേപ്പ് ആണോ ആ ഷേപ്പിന് എന്ത് ചെയ്യാം, വരയ്ക്കുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ എന്താ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മൊത്തത്തിൽ നിവർത്തി വരയ്ക്കുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നോർമലി എല്ലാ പ്രിസവും, ഓക്കെ, പ്രിസംസ് ആണ് നിങ്ങൾക്ക് ഡെവലപ്മെന്റ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രിസം വരയ്ക്കുന്നത് എന്താണ്, ഇപ്പൊ ഒരു സ്ക്വയർ പ്രിസം എടുക്കാം. സ്ക്വയർ എന്ന് വെച്ചാൽ 4 സൈഡ്. അപ്പം സിമ്പിൾ പൊസിഷൻ എങ്ങനെയാണോ പറഞ്ഞേക്കുന്നത് അതേ കണക്ക് എന്ത് ചെയ്യുക, വരയ്ക്കുക. അതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. പ്രിസം ആകുമ്പോൾ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണോ സൈഡ്, ഇപ്പൊ എ ആണ് സൈഡ് ലെങ്ത് എങ്കിൽ A x 4 ചെയ്യുക. ഇനി അത് പെന്റഗൺ ആണെങ്കിൽ എന്ത് ചെയ്യുക, എത്രയാണോ സൈഡ് അതിന്റെ എ ആണെങ്കിൽ A × എത്ര ചെയ്യുക, 5 ചെയ്യുക. എക്സൺ ആണ് ഒരു സൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ അതേ ഇൻറ്റു എത്ര ചെയ്യുക, 6 ചെയ്യുക. അപ്പൊ ഇതാണ് അതിന്റെ ലെങ്ത്. ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഹൈറ്റ് ആയിരിക്കും. ഹൈറ്റ് വെച്ച് എന്ത് ചെയ്യുക, ആ ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യുക. പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് എന്ത് ഷേപ്പിനാണ്, പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് റെക്ടാംഗിൾ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, മറക്കരുത്, പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് റെക്ടാംഗിൾ ഷേപ്പ് ആയിരിക്കും. എത്രയാണോ സൈഡ് ആ സൈഡ് എന്ത് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ സ്ക്വയർ പ്രിസം ആണെങ്കിൽ 4 പോർഷൻ കിട്ടും, അത് പെന്റഗൺ ആണെങ്കിൽ 5 പോർഷൻ ആവും, ഹെക്സാഗൺ ആണെങ്കിൽ 6 പോർഷൻ ആവും. ഇനി ഇതിനകത്ത് കട്ട് സെക്ഷൻ വരെ, അതായത് ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്ന എങ്ങനെയാ നോക്കാം, അത് പറഞ്ഞേക്കും ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ആക്സിസിനെ ബൈസെക്ട് ചെയ്യാന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യാം, ആക്സിസ് ലൈൻ വരച്ച് നടുക്കൂടെ എത്ര ഡിഗ്രി ആണോ പറഞ്ഞേക്കുന്നത്, ഇപ്പൊ 45 ഡിഗ്രി ആണെങ്കിൽ അവിടെ ലൈൻ വരച്ചിട്ട് അതിൽ 45 ഡിഗ്രി ലൈൻ വരയ്ക്കാം. ആ ലൈൻ എന്ത് ലൈൻ ആയിരിക്കണം, ഈ വരയ്ക്കുന്ന ലൈൻ ചെയിൻ ലൈൻ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, വരയ്ക്കാൻ. അതിന്റെ അറ്റത്ത് രണ്ട് ആരോസ് എന്ത് ചെയ്യണം, സൂചിപ്പിക്കണം, ചെയിൻ ലൈൻ ആയിരിക്കണം. ഇതാണ് പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് കേസ്. അപ്പം ഡെവലപ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു സിംഗിൾ സൈഡിന്റെ ലെങ്ത് ആയിരിക്കും. ഹൈറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കും. സെക്ഷൻ എവിടെയാണ് വരുന്നത് നോക്കുക. മെയിൻ എഡ്ജസിൽ മാത്രമേ സെക്ഷൻ വരുള്ളൂ. നിങ്ങൾ ചെയിൻ ലൈൻ വരച്ചിട്ട് നടുക്കൊന്നും സെക്ഷൻ വരത്തില്ല. മെയിൻ എഡ്ജസ്, ഇപ്പൊ ഇത് A B C D എന്ന നമ്പർ കൊടുത്താൽ ഇത് A അടിയിൽ 1 ആയിരിക്കും, B അടിയിൽ 2 ആയിരിക്കും, C 3 ആൻഡ് D 4 ആയിരിക്കും. ഈ എഡ്ജസിൽ മാത്രമേ എന്ത് വരുള്ളൂ, കട്ട് വരുള്ളൂ. ആ കട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണാൻ പറ്റുന്നത്. അത് നൈമിങ് ചെയ്യുമ്പോഴും നമ്മൾ പഠിച്ചായിരുന്നു. സെയിം നൈമിങ് തന്നെ കൊടുക്കുക. ABCD ആണെങ്കിൽ ABCD അവസാനത്തെ ലെറ്റർ എന്തായിട്ട് തന്നെ വരും, സെയിം ലെറ്റർ ആയിട്ട് തന്നെ വരും. മുകളിലും താഴെയും സെയിം ലെറ്റർ തന്നെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഡെവലപ്മെന്റിന് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഇനി അടുത്ത പ്രിസം കഴിഞ്ഞാൽ, പ്രിസം അറിയാലോ ലെങ്തും ഇതും. പിന്നെ നമ്മൾ പ്രിസത്തിനകത്ത് വരുന്ന ഒരു സാധനമാണ് സിലിണ്ടർ എന്ന് പറയും. സിലിണ്ടർ ഒരു എക്സെപ്ഷണൽ കേസാണ്. ഇപ്പോൾ സിലിണ്ടറിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുമ്പോൾ അടിയിൽ എന്തൊന്നായിരിക്കും, സർക്കിൾ, പർട്ടിക്കുലർ റേഡിയസിലെ സർക്കിൾ കാണും. അതിന്റെ ഫ്രണ്ട് വ്യൂ മുകളിൽ വരയ്ക്കുന്നതെന്ന് പറയുന്നത് റെക്ടാംഗിൾ ഷേപ്പ് ആയിരിക്കും, ഒരു വെർട്ടിക്കൽ ആയിട്ടിരിക്കുന്ന റെക്ടാംഗിൾ ഷേപ്പ് ആയിരിക്കും. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തെന്നായിരിക്കും, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സർക്കിളിന്റെ പെരിമീറ്റർ ആയിട്ടുള്ള 2πr ആയിരിക്കും. എവിടെ തന്നേക്കും, ക്വസ്റ്റിന് തന്നേക്കും. 2πr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെങ്ത് കിട്ടും. ദെൻ ഇതിന്റെ ഹൈറ്റ്, സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നേക്കും. ഇനി ഇതിനെ കട്ട് സെക്ഷനിലോട്ട് എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, ഓൾറെഡി ഇതിനെ നമ്മൾ 8 ഡിവൈഡ് ചെയ്യും. അപ്പൊ ആ 8 ഡിവിഷന്റെ അടുത്തടുത്തുള്ള രണ്ട് സെക്ഷന്റെ, ഓക്കെ, അടുത്തടുത്തുള്ള രണ്ട് സെക്ഷന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആർക്ക് കട്ട് ചെയ്ത് 8 ഡിവൈഡ് ചെയ്യുക. അതിനെന്ത് ചെയ്യുക, 8 സെക്ഷൻ ആക്കി എടുക്കുക. ലെങ്ത് 2πr ഇടയിലുള്ളത് എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ചെയ്യാം. 2πr ഇപ്പം ഒരു ലെങ്ത് കിട്ടുമല്ലോ, 2πrന്റെ വാല്യൂവിന് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താലും മതി. കാൽക്കുലേറ്റർ വാല്യൂ കൊണ്ട് പിടിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്താലും മതി. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് ആർക്ക് വരച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവസാനത്തെ കോളം ചിലപ്പോൾ വലുതോ ചെറുതോ ആവാൻ ചാൻസ് ഉണ്ട്. അത് അങ്ങനെ എന്തെങ്കിലും വന്നാൽ ചെറിയ രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, വരച്ച് കാണുമ്പോൾ എല്ലാം ഈക്വൽ ആയിട്ട് തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ആക്കിയെടുക്കുക. ദെൻ പിന്നെ വരുന്ന സാധനമാണ് നമ്മുടെ പിരമിഡ് വരും. പിരമിഡിന്റെ കേസ് വരും. പിരമിഡിന്റെ കേസിൽ ശ്രദ്ധിക്കാനുള്ളത് സ്ക്വയർ പിരമിഡ് എന്താണ് ഏറ്റവും പ്രത്യേകിച്ച് ഒരു കേസ് ഉള്ളത് സ്ക്വയർ പിരമിഡ് ആണ്. സ്ക്വയർ പിരമിഡിന്റെ കേസിൽ ഒരു ട്രൂ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്ന സാധനം വരും. ഇപ്പൊ പിരമിഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ബേസ് എഡ്ജ് പാരലൽ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. പിരമിഡ് ആകുമ്പോൾ അടിയിൽ എന്ത് വേണം, ക്രോസ് കാണും.
ഓക്കെ, ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ട്രൂ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ ഒരു കേസ് എന്നിട്ട് പിരമിഡ് എക്സെപ്ഷണൽ ആണ്. അതായത് എഡ്ജ് പാരലലോ എന്തോന്ന് പറയും, പെർപെൻഡിക്കുലർ ഓർ പെർപെൻഡിക്കുലർ ആയിട്ട് ഇരുന്ന എന്ത് ചെയ്യണം? നമ്മൾ ട്രൂ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഇതിന്റെ ഈ ഏതെങ്കിലും ഒരു സ്ലാന്റ് ഹൈറ്റ് എന്ത് ചെയ്യുക? ഒരു എഡ്ജ് ചരിഞ്ഞിരിക്കുന്ന എഡ്ജ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അത് വെച്ച് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ അപ്പെക്സ് പോയിന്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് എന്തോന്ന്? ട്രൂ സ്ലാന്റ് ഹൈറ്റ് അല്ലെങ്കിൽ ട്രൂ സ്ലാന്റ് ലെങ്ത് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇതാണ് നമ്മളിവിടെ എല്ലാം കൊണ്ട് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം ട്രൂ സ്ലാന്റ് ലെങ്ത് എന്ത് ചെയ്യുക? ഫസ്റ്റ് ട്രൂ സ്ലാന്റ് ലെങ്ത് വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇത് വെച്ച് ഒരു കർവ്ഡ് ആ ആർക്ക് വെച്ച് കർവ് വരയ്ക്കുക. ഇതിന്റെ ബേസ് ലെങ്ത് ഇപ്പൊ 20 ആണെങ്കിൽ ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഈ ഒരു ലെങ്ത് ഇപ്പൊ 20 ആണെങ്കിൽ 20 എടുത്ത് എന്ത് ചെയ്യുക? 4 സൈഡ് ആണെങ്കിൽ 4 ആർക്ക് കട്ട് ചെയ്യുക. 4 ആർക്ക് കട്ട് ചെയ്യുക. അവസാനത്തേക്ക് ജോയിൻ ചെയ്യുക. അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ ബേസ് എഡ്ജ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്ത് എടുക്കുക. ഇതിനകത്ത് കട്ട് സെക്ഷൻ വരുന്നത് നേരത്തെ പറഞ്ഞൊക്കെയാണ്. ആക്സിസ് ലൈനിൽ എവിടെയാണോ കട്ട് വരുന്നത് അത് വെച്ച് എന്ത് ചെയ്യുക? കട്ട് സെക്ഷൻ വരയ്ക്കുക. പിന്നെ ഉള്ളത് ഇതേ സ്ക്വയർ പിരമിഡിനകത്ത് നമുക്ക് ഇങ്ങനെ കണ്ടീഷൻ ഈക്വലി ഇൻക്ലൈൻ ചെയ്ത കണ്ടീഷൻ വരും. അപ്പൊ ഈക്വലി ഇൻക്ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇങ്ങനെയാണ് സ്ക്വയർ പിരമിഡ് വരയ്ക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഇവിടുത്തെ കേസിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് പറയുന്നത്. ഈക്വലി ഇൻക്ലൈൻഡ് കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാൻ പോകണ്ട? ഇതിനകത്ത് ട്രൂ സ്ലാന്റ് ലെങ്ത് കണ്ടുപിടിക്കാൻ പോകണ്ട. ട്രൂ സ്ലാന്റ് ഹൈറ്റിന്റെ ആവശ്യം എന്തില്ല? ഇവിടുത്തെ കേസിൽ ഇല്ല. അപ്പൊ ഇവിടെ അത് കണ്ടുപിടിക്കാൻ പോകണ്ട. ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ലെങ്ത് തന്നെ ആയിരിക്കും. ഈ ഒരു ലെങ്ത് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നത് ട്രൂ സ്ലാന്റ് ലെങ്ത് എന്ന് പറയുന്നത്. അത് വെച്ച് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? വരച്ചു കൊടുത്താൽ മതി. ദെൻ പിന്നെ ഏത്? പിന്നെ അടുത്ത് വരുന്ന ഷേപ്പ് എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്? കോൺ ഷേപ്പാണ്. കോൺ ആണെങ്കിൽ എന്താണ്? അടിയിൽ സർക്കിൾ ആണ്. ഇതിനെ നമ്മൾ 8ആയിട്ട് ഡിവൈഡ് ചെയ്യും. 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മുകളിൽ എന്ത് വരയ്ക്കും? ആ ട്രയാങ്കുലർ ഷേപ്പ് വരയ്ക്കും. കോണിന്റെ കേസിൽ നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടി? അത് വരയ്ക്കാൻ ആംഗിൾ വേണം. ഇവിടെ ഇതാണ് ട്രൂ സ്ലാന്റ് ലെങ്ത്. അപ്പൊ ആ ലെങ്തിനെ എന്ത് ചെയ്യുക? വരയ്ക്കുക. ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. തീറ്റ ഇസിക്കൽ ടു എന്താ? നമ്മൾ റേഡിയസ് ഇപ്പം തന്നിരിക്കുന്ന 30 mm ആണെങ്കിൽ 30. ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ലെങ്ത്, ഇവിടുത്തെ ഈ ലെങ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഡിയസ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അടിയിൽ സർക്കിൾ വരയ്ക്കുന്ന റേഡിയസ്. അപ്പൊ R/L × 360 ആണ് ചെയ്യുന്നത്. R ഇപ്പം 30 ആണെങ്കിൽ L ഇപ്പൊ 65 ആണെങ്കിൽ × 360 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ആംഗിൾ കിട്ടും. അപ്പൊ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് R/L × 360 ഡിഗ്രി. ഇവിടെ നിന്ന് എന്ത് കിട്ടും? തീറ്റ കിട്ടും. ആ തീറ്റ എടുത്ത് വെച്ചോണം എന്ത് ചെയ്യാൻ? ഇവിടെ വരയ്ക്കുക. എന്നിട്ട് അവസാനവും ആ എല്ല് തന്നെ വരയ്ക്കുക. എന്നിട്ട് ഇതും കൂടെ ജോയിൻ ചെയ്യുക. ഇതിനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഇതാ ഇവിടെ നിന്ന് ഈ രണ്ട് അടുത്തടുത്തുള്ള ലെങ്ത് കോമ്പസിൽ എടുക്കുക. അതിനെ 8ആയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. സെക്ഷൻ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെയാണ്. എന്ത് ചെയ്യുക? നോർമലി അതിനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെക്ഷൻസ് അതിനകത്ത് മാർക്ക് ചെയ്യുക. പേര് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾക്ക് നോൺ ആയിട്ടുള്ള കേസസ് ആണ്. ഓക്കെ, ദെൻ ഇതാണ് മെയിൻ. ഒന്ന് പ്രിസത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിലിണ്ടർ ആകുമ്പോൾ അതിന്റെ 2πr അതിന്റെ പെരിമീറ്റർ എടുത്ത് വേണം ചെയ്യാൻ. ഇനി പിരമിഡിന്റെ കേസിൽ ഓർത്തോളോ എഡ്ജസ് എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? പിരമിഡിന്റെ കേസ് ചെയ്യാൻ. പ്രത്യേകിച്ച് സ്ക്വയർ പിരമിഡ്. ദെൻ കോൺ വരുമ്പോൾ തീറ്റ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് മാറരുത്. സ്ക്വയർ പിരമിഡ് ആണ് മെജോറിറ്റി കേസിലും ചോദിച്ചിട്ടുള്ളത്. കാരണം ഈ സ്ക്വയർ പിരമിഡ് ചോദിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഈ ട്രൂ സ്ലാന്റിലെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പലരും മറന്നു പോകും. അങ്ങനെയാണ് ഫുൾ എന്ത് ചെയ്യുന്നത്? തെറ്റിപ്പോണത്. പിന്നെ നമ്മൾ പഠിച്ച സെക്ഷൻ ആണ്. സെക്ഷന് പ്രത്യേകിച്ച് ഒന്നും എന്ത് ചെയ്യാനില്ല, എടുത്ത് പറയാനില്ല. ഇപ്പൊ നോർമലി ഒരു ഏതിന്റെ സെക്ഷൻ ആണ്? സർക്കിൾ സിലിണ്ടർ ഒരു കോണിന്റെ സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കേസ് അതിനെ എന്ത് ചെയ്യുക? സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക. സിമ്പിൾ പൊസിഷൻ വരയ്ക്കുമ്പോൾ തന്നെ ഇതിനകത്ത് 3-4 മാർക്ക് നിങ്ങൾക്ക് ചുമ്മാ കിട്ടേ. സിമ്പിൾ പൊസിഷൻ വരച്ചിട്ട് എവിടെയാണോ സെക്ഷൻ വരുന്നത് അത് ചിലപ്പം ബൈസെക്ട് ചെയ്യാന്നുള്ള വേർഡ് കാണും. ബൈസെക്ട് ചെയ്യുക മീൻസ് എന്തോന്നാണ്? ഈക്വലി ഡിവൈഡ് ചെയ്യുന്നതാണ് ബൈസെക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഈക്വലി ഡിവൈഡ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ബൈസെക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ചിലപ്പം പറയും ബോട്ടം സർഫസിൽ നിന്ന് ഫ്രണ്ട് വ്യൂവില് ബോട്ടത്തിൽ നിന്ന് ഇത്ര മുകളിൽ എബോ ആണെന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പം ഇവിടുത്തെ അപ്പെക്സ് പോയിന്റിൽ നിന്ന് ഇത്ര താഴോട്ടാണെന്ന് പറയും. ഏതാണോ ആ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക? താഴെ വയ്ക്കുക. ഒരു ചെറിയ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. പറഞ്ഞേക്കുന്ന ആംഗിൾ എടുക്കുക. ആംഗിൾ റൈറ്റിലോട്ടും എടുക്കാം,
തിരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലോട്ട് എടുക്കാം. ചില ക്വസ്റ്റിനെ പറഞ്ഞേക്കും റൈറ്റ് സൈഡ് മുകളിലോട്ട് നീക്കണം. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? സെക്ഷൻ വരയ്ക്കുമ്പോൾ റൈറ്റ് സൈഡ് മുകളിലോട്ട് നീക്കണം. ചില സൈഡിൽ പറയും ലെഫ്റ്റിലോട്ട് നീക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ലെഫ്റ്റിലോട്ട് വരയ്ക്കുക. പിന്നെ അതിന്റെ ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് എന്ത് ചെയ്യുക? ഇതിന് പാരലൽ ലൈൻ വരച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇവിടുന്ന് താഴോട്ട് എന്ത് ചെയ്യുക? വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതായത് നമുക്ക് ഇവിടെ പോയിന്റ്സ് കിട്ടുന്നത്. ഇപ്പൊ ഈ ഒരു കേസിൽ നടുക്കുന്നുള്ള ലൈൻ ഇതിനകത്തൂടെ നമ്മൾ താഴോട്ട് വരച്ചാൽ നടുക്കൂടെ പാസ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞു? നമ്മൾ ഇവിടുന്ന് ഒരു ലെങ്ത് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇതിലോട്ട് പാസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? വരച്ച് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് മെയിൻ ആയിട്ട് വരുന്ന ഒന്ന് ഈ നമ്മളെ കോണിന്റെ കേസിലേക്കാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഈ ഡെവലപ്മെന്റ് എന്തോന്നാണ് ഏറ്റവും എളുപ്പമുള്ളത്? പ്രിസവൊക്കെ വന്നാൽ ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ചെയ്തു പോവാം. ഈ ഇങ്ങനത്തെ കോണ് പിരമിഡിന്റെ കേസ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ? ഈ ഡെവലപ്മെന്റ് ചെയ്യാൻ. സോറി, ഡെവലപ്മെന്റ് അല്ലല്ലോ, സെക്ഷൻ ചെയ്യാൻ. ഡെവലപ്മെന്റ് അല്ല, സെക്ഷൻ ചെയ്യാൻ. ഓക്കെ, പ്രിഫറബിൾ ഡെവലപ്മെന്റ് ആണ് കുറച്ചും കൂടി എളുപ്പം കമ്പാരബിൾ ടു സെക്ഷൻ. പിന്നെ മനസ്സിലാക്കിയാൽ സെക്ഷനും എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് ഓട്ടിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഡെവലപ്മെന്റ് നല്ല രീതിക്ക് നോക്കുക, സെക്ഷനും കൂടെ നോക്കി വെച്ചേക്കുക. ചിലപ്പോൾ ഡെവലപ്മെന്റ് പാടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്ഷൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഞാൻ പ്രോബ്ലംസ് ഒന്നും ഡിസ്കസ് ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് ഓവറോൾ എന്താണെന്ന് അതിനകത്തുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ.